പാമ്പിനെ വെച്ച് കൊല്ലുക, അതിനെക്കുറിച്ച് ഗൂഗിൾ ചെയ്യുക, ഉത്രയുടെയൊക്കെ കേസ് പോലെ ട്രെയിനിങ് എടുക്കുക, അതിലെ ഒരു കുറ്റബോധം ഇല്ലാതെ അടുത്ത ദിവസം മാധ്യമങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുക, കരയുക, ദ പേഴ്സൺ ഹു പിന്നെ അത് ഫൈനലി അത് അക്സെപ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അവർക്ക് എന്താ പറയാ, ഇവര് അത് ആലോചിച്ചിട്ടുണ്ടാവോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അവർ ആലോചിച്ചിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ഒരു പ്രിപ്പറേഷൻ ചെയ്യാണ്ട് ചെയ്തിട്ട് കൊലപാതകം നടക്കുമ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും പറ്റില്ല എന്ന് വിചാരിച്ച് ആരും പ്രിപ്പയർ ചെയ്ത് കൊല്ലുന്നല്ലോ. അപ്പോൾ അത് ഇങ്ങനെയുള്ള പല ട്രേറ്റ്സും പാർട്ട്നേഴ്സിനും ഉണ്ടെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനോടോ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനോടോ ആ വിക്ടിം കൺസൾട്ടേഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും റെയർലി ദേ ഗോ ആൻഡ് സീക്ക് തെറപ്പി കൺസൾട്ടേഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ട് വരുന്നത് കുറവാണ്, മറ്റുള്ളവർക്കായിരിക്കും അതുകൊണ്ട് ബുദ്ധിമുട്ട് വരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ചില ആൾക്കാർ ഒരു റിലേഷൻഷിപ്പിൽ ടോളറേറ്റ് ചെയ്ത് അബ്യൂസും ഇതൊക്കെ ടോളറേറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് വെച്ചാൽ അത് അവരുടെയും കൂടെ പേഴ്സണാലിറ്റി നമ്മൾ അസസ് ചെയ്താലേ. ദ വിക്ടിം ആൻഡ് ദി അബ്യൂസ് ഒക്കെ. ഇപ്പൊ വിസ്മയുടെ പേരൻസിനെ ഇത് എന്തുകൊണ്ട് ഇവർ നേരത്തെ പറഞ്ഞില്ല, അത് ഗാലറിന്ന് ഗോളടിക്കാൻ വളരെ എളുപ്പമാണ്. ഞാനാണ് ഈ സാഹചര്യത്തിലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് മലത്തി അടിച്ചേനെന്നൊക്കെ നമുക്ക് പറയാം. ദറ്റ്സ് വെരി ഈസി. പക്ഷെ അൺലെസ് ആൻഡ് അൺടിൽ യു ആർ നോട്ട് ഇൻ ദറ്റ് സിറ്റുവേഷൻ നമുക്ക് എന്താ അവിടെ സംഭവിക്കണേന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ വിഭജികയുടെ കേസിൽ ഇത് സൂയിസൈഡ് ഒന്നും അല്ല, ഇത് മർഡർ, ഇങ്ങനെയൊക്കെ ഇരുന്ന് നമ്മൾ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്ത് പറയുന്ന പോലെ അല്ല ആ സിറ്റുവേഷൻ എൻഡ്യോർ ചെയ്യുന്നത്. പിന്നെ മാനസികമായിട്ടുള്ള രോഗങ്ങൾ വെറും ഇമാജിനേഷൻ ആണ്, മെന്റൽ ഹെൽത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളിപ്പം ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് ഒരു പക്ഷേ ഒരു എന്താ പറയുക പ്രൊഫഷണൽ തന്നെ സർട്ടിഫൈ ചെയ്ത ഒരു കേസ് പോലും അത് വെറും ആങ്കർ ഇഷ്യൂ ആണ്, അത് വെറും മൂഡ് സ്വിങ്സ് ആണ് എന്നുള്ള രീതിയിൽ വളരെ ലൈറ്റായിട്ട് കാണുന്ന സാഹചര്യങ്ങളും ഉണ്ട്. ഈ ആങ്കർ ഇഷ്യൂസും മൂഡ് സ്വിങ്സും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയും മൂന്നായിട്ട് നിൽക്കുന്ന സാധനം. അതെ, ഇതെങ്ങനെയാണ് പിന്നെ ആളുകൾ ഇതിനെ ഇങ്ങനെ ഒരു തെറ്റിദ്ധരിക്കുന്ന രീതിയിലേക്ക്? ലാക്ക് ഓഫ് മെന്റൽ ഹെൽത്ത് അവയർനെസ്. അതായത് ആൾക്കാർക്ക് പനിയെക്കുറിച്ച് അറിയാം, ചുമയെക്കുറിച്ച് അറിയാം, വേറെ പല അസുഖങ്ങളെക്കുറിച്ച് അറിയാം. പക്ഷെ ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചുമ്മാ ഉണ്ടാക്കുന്നതാ എന്നുള്ള രീതിയിൽ